ഇംഗ്ലീഷ് അമ്മയുടെ 8ാമത്തെ അവതാരം. ഇന്റർജെക്ഷൻ. ഏരെണ്ണം ഉണ്ടായിട്ടും ഒരു പാമ്പിനെ കണ്ടാൽ ഒന്ന് നിലവിളിക്കാൻ പോലും ആർക്കും കഴിവില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് അമ്മ നെഞ്ചത്തടിച്ചു. അപ്പോഴാണ് അമ്മയ്ക്ക് കാര്യം മനസ്സിലായത്. മൂത്ത ഏരെണ്ണവും നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ ഭയങ്കര ബുദ്ധിജീവികളാണ്. ഗ്രാമർ നിയമങ്ങളുടെ പുസ്തകവും പിടിച്ചു നടക്കുന്ന ടൈപ്പ്. പെട്ടെന്ന് ഒരു സർപ്രൈസോ വേദനയോ പേടിയോ വന്നാൽ പ്രതികരിക്കാൻ ഇവറ്റകൾക്ക് 5 മിനിറ്റ് ടൈം വേണം. അങ്ങനെയാണ് പ്രസവമെന്ന ദൗത്യം ഞാൻ ഇതോടെ നിർത്തുന്നു എന്ന് പ്രഖ്യാപിച്ച് അമ്മ ആ 8ാമത്തെ അടിയന്തര പ്രസവം നടത്തിയത്. അവനാണ് ഇന്റർജെക്ഷൻ. നാട്ടുകാർ അവനെ സ്നേഹത്തോടെ ഓവർ ആക്ടിംഗ് രാജാവ് എന്ന് വിളിച്ചു. ഇന്റർജെക്ഷൻ എന്നത് പെട്ടെന്ന് വരുന്ന വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ മനസ്സിലുള്ളത് വായിൽ നിന്ന് പെട്ടെന്ന് ചാടിപ്പോകുന്ന വാക്കാണ്. ഇവൻ ബാക്കി 7 പേരെ പോലെ വലിയ നിയമങ്ങളൊന്നുമില്ല. വാക്യത്തിന്റെ എവിടെ വേണമെങ്കിലും ചാടി വീഴാം. അമ്മ ഇവന് ചാർത്തിക്കൊടുത്ത അടയാളമാണ് ആശ്ചര്യചിഹ്നം. ലുക്കിലും ഒരു പ്രത്യേകത വേണമല്ലോ. അതുകൊണ്ട് ഒരു കൂറ്റൻ പെൻസിൽ തലതിരിച്ചു വെച്ച പോലത്തെ എക്സ്ക്ലമേഷൻ മാർക്കും തലയിൽ വെച്ചാണ് കക്ഷിയുടെ നടപ്പ്. ഉദാഹരണം: വാവ്, അത്ഭുതം. ഊപ്സ്, അബദ്ധം പറ്റിയപ്പോൾ. ഓഹ്, അംബ്രപ്. യേ, സന്തോഷം. ഔച്ച്, വേദൻ. ഇവന്റെ പ്രധാന പണികൾ. കൂടുതൽ ഉദാഹരണങ്ങൾ ഇതാണ്. പാമ്പിനെ കണ്ടാൽ ഔച്ച്, ഓഹ് ഗോഡ്. മറ്റു മക്കൾ ഗ്രാമർ നോക്കുമ്പോൾ ഇവൻ ഒട്ട അലർച്ച. ബിരിയാണി കണ്ടാൽ വാവ്, യമ്മി. നാവിൽ നിന്ന് വെള്ളമിറക്കി റിയാക്ഷൻ തരും. ആശ്ചര്യം വരുമ്പോൾ വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. വാവ്, എന്ത് ഭംഗിയുള്ള പൂവ്. വിഷമം വരുമ്പോൾ അലാസ്, he lost his purse. അയ്യോ, അവന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയേ. അങ്ങനെ 8 മക്കളുടെ പേരും സ്വഭാവവും ഒക്കെ പറഞ്ഞെങ്കിലും ഈ 8 മക്കളുടെ അമ്മയുടെ പേര് മാത്രം പറഞ്ഞില്ല. പക്ഷേ എത്രയോ വട്ടം, 900 വട്ടം അമ്മയുടെ പേര് നിങ്ങൾ കേട്ടിരിക്കുന്നു. കാരണം ആ അമ്മക്ക് ഒരുപാട് വയസ്സായി. വർഷങ്ങളും നൂറ്റാണ്ടുകളും യുഗങ്ങളുമായി ആ അമ്മ ജീവിച്ചിരിക്കുന്നു. മരണമില്ലാത്ത ആ അമ്മയുടെ പേര് ഇംഗ്ലീഷ് എന്നാകുന്നു. ആ അമ്മ ആദ്യം പെറ്റിട്ട് ഈ 8 മക്കൾക്കും കൂടി പൊതുവായ ഒരു പേരും അമ്മ ഇട്ടു. വാക്യത്തിന്റെ ഘടകങ്ങൾ, പാർട്സ് ഓഫ് സ്പീച്ച്. മക്കളുടെ മക്കളും അവരുടെ മക്കളും മരുമക്കളുമൊക്കെ കൂടി ചേർന്ന വാക്കായി, വചനങ്ങളായി, കഥയായി, കവിത ആയി ഇന്ന് ലോകമാകെ പടർന്നു കിടക്കുന്നു. പക്ഷേ ഈ 8 എണ്ണത്തിന് കെട്ടിച്ചു കൊടുത്തതോടെയാണ് അമ്മക്ക് യഥാർത്ഥ ദുരന്തം നേരിടേണ്ടി വന്നു. മക്കളും മരുമക്കളും പേരക്കുട്ടികളും ചേർന്ന് ഇംഗ്ലീഷ് അമ്മയുടെ വീട്ടിൽ ഉണ്ടാക്കിയ ആ വലിയ 2ാം ലോക മഹായുദ്ധം എന്താണെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം.